ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അന്തിക്കാണ് 8ാം ക്ലാസ്സുകാരുടെ നമ്മൾ വളരെ ഗൗരവമുള്ള ചർച്ചയിലേക്ക് കടക്കാൻ പോകുന്നത്. വളരെ ഗൗരവമുള്ളതാണ്. അന്തിക്ക് വളരെ പ്രധാനപ്പെട്ട ചർച്ചയാണ്. മുമ്പുള്ളതൊക്കെ പ്രധാനം തന്നെ കേട്ടോ. ഇനി ഒരു കാര്യം ഞാൻ മുമ്പേ പറഞ്ഞാണ്, മന്തിക്കിൻ്റെ ഓരോ പാഠഭാഗങ്ങളും ശേഷങ്ങൾ ബന്ധപ്പെട്ടതായിരിക്കും. മുമ്പുള്ള മനസ്സിലാകാത്ത ശേഷമുള്ള മനസ്സിലാവില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഇനി കുല്ലിയാത്ത പറയാൻ പോണത്. ആദ്യം കുല്ലി ജുസി പറഞ്ഞല്ലോ. അപ്പോൾ എന്താണ് കുല്ലി ആദ്യം പഠിക്കണം. ജുസി എന്താ പഠിക്കണം. എന്നാലും ഇനി പറയാൻ വേണം കുല്ലിയാത്ത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. പലരും മനസ്സിലാക്കി വെച്ചോ. ഓരോ മുഫ്രദ് പഠിക്കണം, മുറക്കബ് പഠിക്കണം, ഒക്കെ പഠിക്കണം, ഒക്കെ ആവശ്യമുള്ളതാണ്. നിസ്ബകൾ പഠിക്കണം. തമ്മിൽ നിസ്ബകൾ വരില്ലേ, തസാവി, തബായിന്, മുഹ്സുമത്തുൽ മിൻവജി, അത് പഠിക്കണം. അതെന്താ പഠിക്കണം, എല്ലാം പഠിക്കേണ്ടി തന്നെ, ഒക്കെ ബന്ധപ്പെട്ട് പഠിക്കണം. കിതാബ് കൂട്ടി വെച്ച് പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. ഞാൻ പറഞ്ഞുതരാം. വല്ലപ്പോഴും കേൾക്കാറ് ഈ പാഠം ഇപ്പം നിങ്ങൾ കേൾക്കും. ഞാൻ ഒരു തിരുമങ്ങൾ ഈ വീഡിയോകളൊന്നും കിതാബ് ശരിക്കും നോക്കണം, അങ്ങനെ മനസ്സിലാക്കണം, എന്നാണ് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പലവട്ടം പറഞ്ഞ പോലെ വെറുതെ ആഴ്ച വേറെ വല്ല പണിക്ക് പൂച്ചക്ക് പുല്ലെറിക്കാനോ ഡാഷിന് തെരുകെക്കാനോ പോകാണ്ട് ഡാഷിന് തെരുകെക്കുക ഇത് ശരിക്കും പഠിക്കില്ലെന്നല്ല. ഞാൻ എന്താ ഡാഷിനെ ഒഴിവാക്കില്ല, അങ്ങനെ മനസ്സിലായിണ്ടാവും. അതൊക്കെ നല്ലത്. വെറുതെയാണ്, നിനക്കാണ് അല്ലാതാക്കുന്നത്. പാട്ടെ ഒരു കുല്ലിയാത്ത് ഹംസം. കുല്ലിയാത്ത് ആകെ 5. കുല്ലി ഇത് ജമ്മാണ് കുല്ലിയാത്ത്. കുല്ലിയുകൾ, കുല്ലികൾ ഹംസുൻ 5. കുല്ലല്ലോ, കുല്ലല്ലേ, കുല്ലികൾ ഹംസുൻ. 1 അൽ ജിൻസു, ജിൻസ്. 2 താഴെ കുറച്ച് കഴിഞ്ഞിട്ട് പറയും അൻ നൗഉ എന്ന് പറയും. ജിൻസ്, നൗ. ആദ്യം പറഞ്ഞത് അത് പച്ചമലയാളം പറയിപ്പിക്കരുത്, പറയാൻ കഴിയൂല. അതുകൊണ്ട് പറയാൻ കഴിയും, ഒരർത്ഥം ഉണ്ടാവില്ല പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കണം. ജിൻസ് അത് താരീഫാണ്ട് പഠിക്കാൻ വേണ്ടി. നൗ എന്താ പച്ചമലയാളം? ജിൻസ് പറഞ്ഞാൽ വർഗം, നൗ പറഞ്ഞാൽ ഇനം. നമുക്ക് വേണമെങ്കിൽ പറയാം. എന്ത് ചങ്ങായി വർഗം, ഇനം എന്താണ് നിങ്ങൾ പറയുന്നത്? അതൊന്നും പറയാൻ പാടില്ല. ജിൻസ്, നൗ. 3ാമത്തെ ഉണ്ട്, എന്താ പറയുക, ഫസിൽ എന്ന് പറയും. ഫസിലേ നമ്മൾ കിതാബൊക്കെ ഫസിൽ എന്ന് പറഞ്ഞാൽ ഫസലില്ല കേട്ടോ. അതൊക്കെ താരീഫിലൂടെ മനസ്സിലാക്കുക. എന്താ ഫസിൽ, എന്താ ഫസിലിന് മലയാളത്തിൽ നടത്തുമ്പോഴൊക്കെ ഫസിൽ. ഇപ്പം നമ്മൾ സന്താനങ്ങൾക്ക് ഫസിൽ അറിയില്ലേ, മക്കൾക്ക് ഫസിൽ അറിയില്ലേ. ഫസിൽ, ഫസിൽ, അസിൽ, ഫസിൽ, ഫസിൽ, ഫൊറേന്ന് പറയും ഫസിൽ. സന്താനം അതൊന്നും നല്ലോണം അർത്ഥം വെക്കേണ്ടി. ഫസിൽ. പിന്നെ പറയും ഇതാണ് അറൽ ഹാസ്. അതൊക്കെ അങ്ങനെയാണ്. അറൽ ഹാസ്, അറൽ ഹാസ്. 5ാമതാണ് അറൽ ആം. ഇങ്ങനെയാണ് 5 കുല്ലിയാത്ത്. ജിൻസ്, നൗ, ഫസൽ, അറൽ ഹാസ്, അറൽ ആം, അറൽ ആം. അതൊക്കെ ഓരോന്നും താരീഫുണ്ട് പറയും. നല്ല മനസ്സിലാക്കി വേണ്ടി. ഉദാഹരണം എടുക്കേണ്ടി പറഞ്ഞിരുന്നാൽ പോലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം കുല്ലിയാത്ത് ആകെ 5. അൽ അവ്വലു അൽ ജിൻസു. മക്കളെ വായിക്കൊണ്ട് വന്നു കേട്ടോ, കറയപ്പം വായിച്ചാൽ നടക്കില്ല. 1 ജിൻസ്. എന്താ ജിൻസ്? വഹുവ ജിൻസ് അൽ മഖൂലു. അൽമൽക്ക് അലിഫ്ലാം എന്താടോ? മൗസൂല. ആരംഭിയിലെ മൗസൂല വാക്കിയാൽ കുല്ലീൻ്റെ മിൽ. അതിൻ്റെ എങ്ങനെ സോറി എന്തിനിപ്പോൾ തക്സിമ? കുല്ലിയാത്തിനല്ലേ. കുല്ലിയാത്തിൻ്റെ തക്സിമൊക്കെ ഓരോ കുല്ലിയല്ലേ. നീ മനസ്സിലായില്ല? കുല്ലിയാത്തിന് തക്സീമാക്കല്ലേ നമ്മൾ. അപ്പോൾ കുല്ലിയാത്തിൻ്റെ ഓരോ ഫർദും അതിൻ്റെ എന്താണ്, ഓരോ കുല്ലിയനായിരിക്കും. അപ്പോൾ അൽ മഖൂൽ. അപ്പോൾ ജിൻസ് പറഞ്ഞാൽ അൽ മഖൂൽ വെച്ചാൽ ഒരു പറയപ്പെടുന്ന കുല്ലിയാണ് എന്നർത്ഥം വെക്കണ്ടേ. അൽ മഖൂലിൻ്റെ അലിഫ്ലാം മൗസൂലാണ്. എന്താ അർത്ഥം? അൽ കുല്ലിയുൽ മഖൂലു എന്നർത്ഥം വെക്കേണ്ടത്. അൽ കുല്ലിയുൽ മഖൂലു, അൽ കുല്ലിയുല്ലദീ യുഖാലു എന്നതിൻ്റെ അർത്ഥം. മനസ്സിലാണോ? മഖൂൽ ഇസ്മു മഫ്ഊലാണല്ലോ. മൗജൂദ്. അപ്പം അൽ കുല്ലിയുല്ലദീ യുഖാലു അലാ കസീരീൻ എന്നതിനർത്ഥം. മറക്കണ്ട, ഞാൻ പറഞ്ഞൊരു പോയിൻ്റാണ് ഇപ്പം. അൽ മഖൂൽ പറഞ്ഞാൽ പറയപ്പെടുന്ന ഒരു കുല്ലി തന്നെ പറയണം നിങ്ങൾ. അൽ മഖൂലു പറയപ്പെടുന്ന കുല്ലിയാണ് അലാ കസീരീൻ. കസീരി എന്ന് പറഞ്ഞാൽ ഒന്നിലേറെ വസ്തുക്കളെന്നില്ല, കസീരികളെന്നില്ല. എങ്ങനത്തെ കസീർ? മുഖ്തലിഫീൻ മിൻ ഹഖായിഖി. ഹഖീഖത്ത് വിഭിന്നമായ. ഇതിപ്പോൾ ഹഖീഖത്ത് എന്താ? ഹഖീഖത്ത്
ശരീഅത്ത്, തരീഖത്ത്, അതൊന്നുമല്ല കേട്ടോ, അത് വേറെ. ഹക്കായിക്ക് മാഹിയത്ത് പറയുന്നത് അത് മലയാളം പറയാൻ കഴിയില്ല. അങ്ങനെ പഠിച്ചോളി. എന്താ ഹക്കീക്കത്ത്, എന്താ ഹക്കീക്കത്തും മാഹിയത്തും എന്താ ഇപ്പോൾ പറഞ്ഞാൽ ഒരു സാധനം എന്താണോ അത് അതാണ് ഹക്കീക്കത്താണ്. ഒരു സാധനം എന്താണോ അത്. ഇപ്പോൾ ഇൻസാൻ ഹക്കീക്കത്ത് എന്താ അറിയും? ഞാൻ പറഞ്ഞുതരാം. ഹൈവാൻ നാത്തിക്ക് എത്ര മനസ്സിലാക്കുക. ഹൈവാൻ നാത്തിക്ക് ആ ഇൻസാൻ ഹക്കീക്ക, ആ ഇൻസാൻ്റെ മാഹിയത്തും. മാഹിയത്തറ മാ ഹുവ അതിട്ടി മാഹിയത്ത് മാ ഹുവ അല്ലെ മാഹിയ എന്താണ് ആ സാധനം, അതാണ് മാഹിയത്ത്, അതിനാണ് ഹക്കീക്കത്ത്. മറക്കണ്ട, ഇനി പറഞ്ഞില്ല. ഇനി എങ്ങനെ പറയുള്ളൂ ഹക്കായിക്ക് ഹക്ക എന്ന് പറയുള്ളൂ കേട്ടോ. ഞാൻ എൻ്റെ പച്ച ചുവപ്പ് മലയാളം ദയവിൽ ചോദിക്കരുത്, പറയാൻ കഴിയില്ല, പറഞ്ഞാൽ മനസ്സിലാവില്ല. അൽ മഖൂലു പറയുന്ന അർത്ഥം ചെയ്യാം, പറയപ്പെടുന്ന ഒരു കുല്ലിയെ അല കസീരീങ്ങളമ്മേൽ മുഖ്തലിഫി അങ്ങനത്തെ കസീർ വ്യത്യസ്തമായ ബിൽ ഹക്കായിക്ക് വ്യത്യസ്തമായ. അപ്പോൾ ഹക്കായിക്ക് വ്യത്യസ്തമായ കുറേ വസ്തുക്കളിൽ പറയാൻ പറ്റിയ ഒരു കുല്ലീൻ്റെ പേരാകുന്നു ജിൻസ്. ഇവിടെ പറയേണ്ടത് ഫി മാഹുവ, മാഹുവൻ്റെ ജവാബ്. മാഹുവൻ്റെ ജവാബ് എന്താ? മാഹുവ എന്താണ് ആ സാധനം? സെയ്ദിൻ മാഹുവാന്ന് ചോദിച്ചു. അല്ല അൽ ഇൻസാന് മാഹുവാന്ന് ചോദിച്ചു. അൽ ഇൻസാന് മാഹുവ. ഉത്തരം പറയേണ്ടത് എന്താ? ഹൈവാനെന്ന്. ഹൈവാൻ ഒരു ജിൻസാണ്, ഇൻസാൻ്റെ. എന്തേ കാരണം? ഹൈവാൻ എന്നത് ഒന്നിലേറെ വസ്തുക്കളെ പറയുമ്പോൾ എന്തൊന്നിലേറെ വസ്തു അക്കത്ത് വിഭിന്നമായ എന്താണ്? ഹൈവാൻ നാത്തിക്ക് അതാണ് ഇൻസാൻ. ഹൈവാൻ സ്വാഹിർ അതാണ് നമ്മളെ കുതിര. ഹൈവാൻ നാഹിക്ക് അത് നമ്മളെ കഴുതല്ലേ, കഴുത. ഓരോന്നിനും ഓരോ താരിഫാണ്. അപ്പം കഴുത എന്ന് പറഞ്ഞാൽ എന്താ? ഹിമാർ എന്ന് പറഞ്ഞാൽ ഹൈവാൻ നാഹിക്കാണ്. അങ്ങനെ താരിഫ് അറിയില്ലേ? അപ്പം കഴുതൻ്റെ ഹിമാറിൻ്റെ മാഹിയത്ത് ഹൈവാൻ നാഹിക്ക്. കുതിരയുടെ ഹക്കീക്കത്ത് അല്ലെ കുതിരയുടെ മാഹിയത്ത് ഹൈവാൻ സ്വാഹിൽ എന്ന് പറയാം. ഇൻസാൻ്റെ മാഹിയത്ത് അല്ലെ ഇൻസാൻ ഹക്കീക്കത്ത് ഹൈവാൻ നാത്തിക്. അപ്പം വ്യത്യസ്ത ഹക്കീക്കത്താണുള്ളത് അല്ലേ? വ്യത്യസ്ത ഹക്കീക്കത്താണ്. ഫർസിനും ഹിമാറിനും മനുഷ്യനും വ്യത്യസ്ത ഹക്കീക്കത്താണ്. അപ്പം വ്യത്യസ്തമായ ഹക്കീക്കത്തുള്ള കുറേ വസ്തുക്കൾ പറയാൻ പറ്റും. അതാ ജിൻസ്. ഇൻസാൻ ജിൻസല്ല. എന്താ കാരണം? ഇൻസാൻ ജിൻസല്ല. കാരണം ഇൻസാൻ ഹക്കീക്കത്ത് ഒന്നേ പറയാൻ പറ്റുള്ളൂ. ഹൈവാൻ നാത്തിക്കിനോട് ഇൻസാൻ പറയാൻ പറ്റുള്ളൂ. ഹൈവാൻ നാത്തിക്കിന് അല്ലേ? ഹൈവാൻ സ്വാഹിന് ഇൻസാൻ എന്ന് പറയുമോ? പറയും കുതിരകളെ ഇല്ലല്ലോ. മനുഷ്യനെ കുതിര അറിയില്ല, വേറെ കുതിര. ഹൈവാൻ സ്വാഹിന് ഇൻസാൻ പറയാൻ പറ്റില്ല. എന്നാൽ ഹൈവാൻ സ്വാഹിലും ഹൈവാൻ നാത്തിക്കും ഒക്കെ എല്ലാത്തിനും പറയാൻ പറ്റിയ പേരാ ഹൈവാൻ. അതാണ് ജിൻസ്. അപ്പോൾ ജിൻസുകൾ എന്താ? അൽ കുല്ലിയുൽ മഖൂലു അലാ കസീരീന മുഖ്തലിഫീന ബിൽ ഹക്കായിക്ക് ഫി ജവാബ് മാഹുവ. മാഹുവിൻ്റെ ജവാബിൽ ഹക്കീക്കത്തുകൾ വ്യത്യസ്തമായ കുറേ വസ്തുക്കളിൽ പറയാൻ പറ്റിയ കുല്ലി എന്ന പേരാണ് ജിൻസ്. മനസ്സിലായോ? ഒരു പണി ഉണ്ടാവും. എന്താണ്? അൽ മഖൂലു അൽ കുല്ലിയു അല്ലദീ യുഖാലു പറയപ്പെടുന്ന കുല്ലി അലാ കസീരീൻ മുഖ്തലിഫീൻ ബിൽ ഹക്കായിക്ക് ഹക്കീക്കത്ത് വ്യത്യസ്തമായ കുറേ വസ്തുക്കളെ മേൽ ഇവിടെ പറയാൻ പറ്റും. ഫി മാഹുവ. അപ്പം അങ്ങനെ ചോദ്യം അൽ ഫർസു വൽ ഹിമാറു വൽ ഇൻസാനു മാഹും. അതാ ചോദ്യം. ഹുവ ഹുമാഹും. എന്താണ്? അൽ ഇൻസാൻ ഫർസു മാഹു മാന്നായിക്കണ്ടേ? അൽ ഇൻസാനു ഫർസു ഹിമാറു മാഹും നീക്കണം. മാഹുവ ആണ് മാഹുവ. ഇൻസാനും ഫറസും ഹിമാറൊക്കെ എന്താണോ? അപ്പോൾ ഉത്തരം പറയണത് എന്താ? ഇൻസാനാന്നല്ല, ഹിമാറാന്നല്ല, ഫറസാന്നല്ല. എന്താ പറയണ്ടേ? ഹൈവാൻ. ആ മൂന്ന് ഉൾക്കൊണ്ടല്ല ഹൈവാനിൽ. മനസ്സിലല്ലേ? അപ്പോൾ ഹൈവാനിൽ വ്യത്യസ്ത ഹക്കീക്കത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. ശരി, അതപ്പം ജിൻസ്. മനസ്സിലായില്ലേ? മാഹുവിൻ്റെ ജവാബിൽ ഹക്കീക്കത്തുകൾ വ്യത്യസ്തമായ കുറേ വസ്തുക്കളിൽ പറയാൻ പറ്റിയ കുല്ലീൻ്റെ പേരാകുന്നു ജിൻസ്. ഈ ജിൻസിൽ കരീബുണ്ട് ബായിദുണ്ട്. ഒരുപാട് നല്ല ശ്രദ്ധിച്ചോളി. കരീബ ജിൻസുണ്ട്, ബായിദ ജിൻസുണ്ട്. അതെങ്ങനെ? ഫൈൻഖാനിൽ ജവാബു ഈ മാഹുവിൽ പറയപ്പെടുന്ന ജവാബാണെങ്കിൽ അതിൽ മാഹിയത്തി ഒരു മാഹിയത്തിനെ പറ്റി ഉദാഹരണം ഹൈവാനാത്തി ആയിക്കോട്ടെ. ഒരു മാഹിയത്തെ പറ്റിയും വാൻ ബാലി മുഷാരിക്കാത്തിഹ അതിനോട് കൂറാവുന്ന ചിലതിനെ പറ്റിയും പറയാൻ പറ്റുന്ന ജവാബ് ഹുവൽ ജവാബ് അൻഹ വാൻ കുല്ലി ആ മാഹിയത്തിനെ തൊട്ടും
അതിനോട് കുറേ എല്ലാറ്റിനും പറയാൻ പറ്റിയ ഉത്തരം തന്നെയാണ്. എന്നാൽ ജിൻസ് കരീബ് ഒന്നും മനസ്സിലായില്ല, എനിക്കാരും മനസ്സിലായില്ല. അറിയാം, എനിക്ക് മനസ്സിലായില്ല. അതൊരു ഇൽമാണല്ലോ. മനസ്സിലായാലൊരു ഇൽമ. അതില്ലെങ്കിലാണ് ജഗമുറക്ക പോകുള്ളൂ. അത് ഒരു ഇൽമയിലുണ്ട്. മനസ്സിലായില്ല കുഴപ്പം. എന്ത് പറഞ്ഞിപ്പം പറഞ്ഞിട്ടാക്കാനുള്ള പണി. ഫൈൻ ഖാൻ ജവാബു, ആ ജവാബായാൽ ഈ മാഹുവിൻ്റെ ജവാബിലുള്ള മറുപടി ആയാൽ, മാഹുവയിലുള്ള ജവാബ് അവന് ജവാബുള്ള മറുപടിയാണ് ഒക്കെ പിഴക്കന്നെ. മാഹുവിലുള്ള ജവാബായാൽ അതിൽ മാഹിയത്തി, ഒരു മാഹിയത്ത്, ഉദാഹരണം ഹൈവാനാത്തിക്ക്, അതിനെപ്പറ്റി വാൻ ബാലി മുഷാരിക്കാത്തിഹ, ആ മാഹിയത്തിനോട് കൂറായ ചിലതിനെ തൊട്ടും ഉള്ള മറുപടി ഹുവൽ ജവാബ. ഫൈൻഖാൻ്റെ ഖബറാണ് അൽ ജവാബ. ഫൈൻഖാൻ ജവാബു അൽ ജവാബ എന്നല്ലേ ഫസ്ലിന് നബീറാണ് ഹുവാറിനത്. ഹുവൽ ജവാബ എന്ന ആ മാഹിയത്തിനെ തൊട്ടും വാൻ കുല്ലി, എല്ലാ മാഹിയത്തിനോട് കൂറായ എല്ലാത്തിനെ തൊട്ടും ഉത്തരം തന്നെയാണ്. എന്നാൽ ഇപ്പോൾ കരീബുൻ, ആ ജിൻസ് കരീബ്. ഉദാഹരണം കൽ ഹൈവാനി, എന്താ നമ്മൾ പറഞ്ഞപ്പോൾ ഞാൻ ഒരു ഹൈവാൻ എടുത്താൽ മതി. ഹൈവാനിൽ ഇൻസാനോട് കൂറായ സാധനങ്ങളാണ് എവിടെ? ഏത് പറയും? ഫർസ് അല്ലേ? അപ്പോൾ ഹൈവാനിയത്തിൽ ഇൻസാനോട് കൂറായ സാധനമാണ് ഏത്? ഫർസ്. അതേ ഹൈവാനിൽ കൂറായ വേറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ആനുണ്ട്, കഴുതുണ്ട്, ബക്കറുണ്ട്, ഒക്കെ ഇല്ലേ, കെൽബുണ്ട്, ഒക്കെ കൂറായതാണ്. ഒക്കെ ഉത്തര ഹൈവാൻ തന്നെയാണ്. അപ്പോൾ ഒരു മാഹിയത്തിനും അതിനോട് കൂറായ ബാദിനുള്ള ഉത്തരം തന്നെയാണ് ആ മാഹിയത്തിനും എല്ലാ കൂറായിനുള്ള ഉത്തരം. എന്നാൽ ആ ജിൻസിൻ്റെ പേര് കരീബ്. അപ്പോൾ ഹൈവാൻ ജിൻസങ്ങൾ ചേർത്തി വയ്ക്കാൻ കരീബ ജിൻസാണ്. ഹൈവാൻ ജിൻസങ്ങൾ ചേർത്തി വയ്ക്കാൻ കരീബ ജിൻസാണ്. എന്താ കാരണം? ഹൈവാനിൽ ഇൻസാനോട് കൂറായ ചിലത് കൂട്ടി പറഞ്ഞു. അൽ ഇൻസാനു വൽ ഫർസു മാഹുമ, ഉത്തരം അൽ ഹൈവാൻ. ഇനി അൽ ഇൻസാനു വൽ ഹിമാർ മാഹുമ, അവിടെ ഇൻസാൻ അല്ല, അവിടെ ഹൈവാൻ. അൽ ഇൻസാൻ വൽ ഫീൽ മാഹുമ, അവിടെ ഹൈവാൻ എന്നല്ല പറയണ്ടേ കേട്ടോ. അപ്പോൾ ഈ മാഹിയത്തും അവന് കൂറായ ബാദിനെ തൊട്ടുള്ള ഉത്തരം എന്താണോ അതേ ഉത്തരം തന്നെയാണ് മാഹിയത്തും കൂറായ എല്ലാത്തിനും തൊട്ടുള്ള ഉത്തരം. എന്തിന് കൂറായ? ആ ജിൻസിൽ കൂറായ കേട്ടോ. ഹൈവാനിൽ കൂറായ മാർക്കരുത്. എന്നാൽ ആ ജിൻസ് കരീബ്. വയില്ല ഫബഈദ്, ഇനി പറഞ്ഞിട്ടാക്കണം. വയില്ല ഫബഈദ്, അല്ലെന്ത് പറയും? ബഈദ് പറയും ഏത് ജിൻസിന്. അപ്പോൾ ജിൻസ് ബഈദ്. അങ്ങനെ ഇപ്പം ഒരു മാഹിയത്ത് ഇൻസാൻ, സമയം പോയി. ഹൈവാനാത്തിക്കിനും പിന്നെ ഹിമാറും അൽ ഇൻസാനു വൽ ഹിമാറു മാഹുമാന്ന് വെച്ചു. അപ്പോൾ ഉത്തരം പറയണത് എന്താ? ഹൈവാനും അല്ലേ ആണ്. ശരി. എന്നാൽ പിന്നെ ജിസ്മുന്നാമി എന്ന സാധനമുണ്ട്. അത് ഹൈവാൻ്റെ മേലെ നമാവുള്ള ജിസ്മ്, വളർച്ചയുള്ള ജിസ്മ്. മരങ്ങളൊക്കെ ഇപ്പെട്ട മരങ്ങളൊക്കെ വളർച്ചയുള്ള. എന്നാൽ ഹയാത്തില്ല. ഹയാത്തല്ലേ ഇതിനുള്ളത്, വളർച്ചയിനുള്ളത്. നമാവും ഹയാത്തും ഒന്നല്ല എന്നാണ്. ഹയാത്തിനാണ് റൂഹ് വേണം. റൂഹുള്ളതിനാണ് ഹയാത്ത് വരുള്ളൂ. റൂഹുള്ളതിനാണ് ഹയാത്തുള്ളതെന്ന് പറയുള്ളൂ, ഹൈവാന്ന് പറയുള്ളൂ. പിന്നെ എന്താ പറയുക? നാമി, ജിസ്മുന്നാമി. ഞാൻ ചോദിക്കട്ടെ, ജിസ്മുന്നാമി എന്നതിൽ ഇതിനർത്ഥം നമാവുള്ള ജിസ്മ്, വളർച്ച ഉള്ള ജിസ്മ് എന്നൊരർത്ഥം. അതിൽ ഇൻസാൻ കൂറാണല്ലേ ഹിമാർ? അല്ലേ? ഇൻസാന് വളർച്ച ഉണ്ടല്ലോ. കഴുതക്കും വളർച്ചയല്ലേ? ജനിക്കുമ്പോഴേ കഴുത വലിപ്പമുണ്ടാവലുണ്ടോ? എല്ലാം വളർന്നു വരുന്നുണ്ട്. ശരി. അപ്പോൾ ഇൻസാൻ വൽ ഹിമാർ മാഹു വെച്ച് പറഞ്ഞ ഉത്തരം ജിസ്മുന്നാമി എന്നല്ല. ജിസ്മുന്നാമിൽ കൂറാണ്ട് ശരി തന്നെയാണ്. അവിടെ ഉത്തരം പറഞ്ഞിട്ട് ഹൈവാന്ന് പറയണ്ടേ. അൽ ഇൻസാനു വൽ ഹിമാറു മാഹുമ, ഉത്തരം പറഞ്ഞിട്ട് എന്താ? ഹൈവാൻ. യഥാർത്ഥത്തിൽ ഇൻസാനും പിന്നെ ഹിമാറും തമ്മിൽ എന്തിനും കുറവുണ്ട്? ഹൈവാനിൽ കുറവാകും പോലെ ജിസ്മുന്നാമിയിലും കുറവുണ്ട്. പക്ഷെ ഉത്തരം പറയേണ്ടത് അവിടെ എന്താ? ഹൈവാനാണ്. അതേ സമയത്ത് അൽ ഇൻസാനു വസ്സാജു മാഹുമ അല്ല ഷജറു മാഹുമ, ഷജാനത്തേക്ക് മനുഷ്യനും മരം എന്താ അവിടെ വെച്ച്. അപ്പോൾ ഉത്തരം പറഞ്ഞ ഹൈവാനല്ല. അപ്പോൾ ഈ മാഹിയത്തിനും അതിനോട് കൂറാ ചെറിയ ഉത്തരം പറയുമ്പോൾ ഹൈവാൻ. ഈ മാഹിയത്തും വേറെ ചില കൂട്ടും ഉത്തരം പറഞ്ഞ ഹൈവാനല്ല വേറൊന്നാണ്.
ഉണ്ടോ? ഇതാണ് ജിസ്മുന്നാമിയാണ്. അപ്പോൾ ജിസ്മുന്നാമി ഇൻസാൻ്റെ ബായിദ ജിൻസാണ്, കരീബല്ല. ഇത്രക്കും പറഞ്ഞുതരാൻ കഴിയുള്ളൂ. മനസ്സിലല്ലേ? ജിൻസ് കരീബുണ്ട് ബായിദുണ്ട്. എന്താ കരീബ്? ഒരു ജിൻസിൽ കൂറായ ഒരു മാഹിയത്ത്, ആ മാഹിയത്തിനോട് ജിൻസിൽ കൂറായ ബായതിനുള്ള ഉത്തരം തന്നെയാണ് എല്ലാത്തിനുള്ള ഉത്തരം. അതിൽ കൂറായ അവിടെ പോയിൻ്റ് എടുക്കണം. ആ ജിൻസിൽ കൂറാന്ന് കൂട്ടണങ്ങൾ. ഇപ്പോൾ ഹൈവാൻ എന്ന ജിൻസിൽ കൂറായ ഇൻസാനോട് കൂറായ ചിലതിനുള്ള ഉത്തരം ഹൈവാനാണ്, ബാക്കിയുള്ളതിനും ഹൈവാൻ തന്നെയാണ്. അപ്പോൾ ഹൈവാൻ ഇൻസാൻ എന്താ? കരീബാണ്. ശരി. ജിസ്മുന്നാമിയിൽ ഇൻസാനോട് കൂറായ സാധനം തന്നെയാണ് ഫർസ്. ശരിയാ? ഫർസ് അല്ല ഹിമാർ. അതിന് ഉത്തരം അൽ ഇൻസാൻ ഫർസ് മാഹു വെച്ചാൽ ഉത്തരം പറയേണ്ടത് ജിസ്മുന്നാമി തിരിയിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. മരമല്ലാന്ന് കിട്ടൂല. അപ്പം എന്തോടെ ഇൻസാനും ഫർസും ഉത്തരം ജിസ്മുന്നാമിയോടോ എന്നത് മരമെല്ലാം കിട്ടില്ലല്ലോ. ആ മരമെല്ലാം കിട്ടണം നമുക്ക്. അപ്പോൾ ഹൈവാൻ പറയണം. ആ സമയത്ത് ജിസ്മുന്നാമി ഇൻസാനോട് കൂറാതെ തന്നെയാണ് മരങ്ങളൊക്കെ. മനസ്സിലായോ? അപ്പോൾ ഇൻസാൻ ഒരു സജുറുമാഹം മാറ്റുന്ന ഉത്തരം വേണ്ടി ജിസ്മുന്നാമി എന്നാണ്. അപ്പം ഇൻസാനോട് ഈ ജിൻസിൽ കൂറായ ജിൻസിൽ ഇപ്പം ജിസ്മുന്നാമിയിൽ എന്നായിക്കോട്ടെ, അതന്നെ എടുത്തോ. ജിസ്മുന്നാമി ഇൻസാനോട് കൂറായ ബായതിനുള്ള ഉത്തരം ജിസ്മുന്നാമിയാണെങ്കിൽ വേറെ ചില ഉത്തരം എന്താ? ഹൈവാനാണ്. അപ്പോൾ ജിസ്മുന്നാമി ഇൻസാൻ്റെ എന്താണ് ബായിദാണ്. മനസ്സിലേ? അത്രയൊക്കെ പറയാൻ കഴിയുള്ളൂ. ഇതിനെ വയില്ലാഹു ബായിദ് ജിസ്മുന്നാമി. അപ്പോൾ അതാണ് ഏത് ജിൻസ്. അൽ മഖൂലു അൽ കുല്ലിയുൽ മഖൂലു അലാ കസീരീന മുഖ്തലിഫീന ബിൽ ഹഖായിഖി ഫി ജവാബി മാഹുവ. മാഹുവിൻ്റെ ജവാബിൽ, മാഹു അതെന്താണെന്നതിൻ്റെ അർത്ഥം? മാഹുവിൻ്റെ ജവാബിൽ ഹഖീഖത്ത് വ്യത്യസ്തമായ പലതിനും പറയാൻ പറ്റിയ ഒരു കുല്ലീൻ്റെ പേരാകുന്ന ജിൻസ്. അത് കരീബുണ്ട് ബായിദുണ്ട്. ഇൻസാനെ സംബന്ധിച്ചിടത്തോളം ഹൈവാൻ കരീബ, ജിസ്മുന്നാമി ബായിദ. ജിസ്മു നാമി ജിസ്മ് മുത്തലഖൊക്കെ ഉണ്ട്, പിന്നെ പറയാം. പിന്നെ ഇനി രണ്ടാമത്തെ നൗ മറ്റേന്ന് വായിക്കൊണ്ട് കേട്ടോ. സമയം കഴിയപ്പോൾ അന്നൗ എന്താ നൗ? അൽ മഖൂലു അലാ കസീരീൻ മുത്തഫിഖീന ബിൽ ഹഖായിഖി ഫി ജവാബി മാഹുവ. മറ്റേ മുഖ്തലിഫീനെ, ഇത് മുത്തഫിഖീനാണ്. മാഹുവിൻ്റെ ജവാബിൽ ഹഖീഖത്ത് ഒന്നായ പല വസ്തുക്കളും പറയാൻ പറ്റിയ കുല്ലിയെ. അൽ മഖൂൽ അൽ കുല്ലിയുൽ മഖൂൽ പറയപ്പെടുന്നൊരു കുല്ലി. അലാ കസീരീൻ അധികത്തെ വസ്തുക്കളുമേൽ എങ്ങനത്തെ വസ്തുക്കൾ മുത്തഫിഖീൻ യോജിച്ച ഒന്നായ. എന്തിലൊന്നായ? ഹഖീഖത്ത് ഒന്നായ, മാഹിയത്ത് ഒന്നായ. അപ്പം മാഹിയത്ത് ഒന്നായ കസീരികളുടെ മേൽ പറയാൻ പറ്റിയ കുല്ലി ഇവിടെ പറയാൻ പറ്റിയ മാഹുവിൻ ജവാബിൽ. അപ്പം എന്താ? സെയ്ദ് അമ്ര ബക്കർ എല്ലാവരും മാഹിയത്ത് ഒന്നല്ലേ? പറഞ്ഞവരെ ഒന്നല്ലേ? ഇതിനെ മാഹിയത്ത് എന്താ? ഇൻസാനാണ്, അപ്പോൾ ഹെവനാദിക്കാണ്. അമ്രോ ഹെവനാദിക്കാണ്, ബക്കറോ ഒക്കെ ഹെവനാദിക്കാണ്. അപ്പോൾ ആ സെയ്ദും അമ്രും വബക്കറും മാഹും ഉത്തരം അൽ ഇൻസാൻ. അവിടെ ഉത്തരം എന്താ പറയണ്ടേ? എന്നാലും തിരിയുള്ളൂ. ഹൈവാൻ എന്ന ഉത്തരം മനസ്സിലാക്കാൻ എന്താ? പൂർണ്ണാവില്ല. ഒരു ഉത്തരം ജാമി മാനി വേണ്ടേ ചങ്ങാതി? സെയ്ദ് അമ്രു ബക്കർ എന്തോ ഹൈവാനാണ്. അതുകൊണ്ട് കാളല്ല കഴുതെല്ലാം കിട്ടൂലല്ലോ. അതെല്ലാം കിട്ടണം നമുക്ക്. അപ്പോൾ ഉത്തരം പറയണത് എന്താ? ഇൻസാൻ. അക്കത്ത് വന്നതിന് ഉത്തരം പറയണം. അതാണ് നമ്മൾ പറയുന്നത്. അത് വ്യത്യസ്തമായി പറയുന്നതാണ് ഏത് ജിൻസ്. അപ്പം മാഹുവിൻ്റെ ജവാബിൽ ഹക്കീക്കത്തുകൾ അല്ലെ മാഹിയത്തുകൾ ഒന്നായ ഒന്നിലേറെ വസ്തുക്കൾ പറയാൻ പറ്റിയ കുലീൻ്റെ പേരാവുന്നുണ്ടാവും. ഒക്കത് യുക്കാലു. ചിലപ്പോൾ നൗഇനെ പറയപ്പെടാറുണ്ട്. അൽ മാഹിയത്തി അൽ മഖൂലി അലൈഹ വഅലാ ഗൈരിഹൽ ജിൻസു ഫി ജവാബി മാഹുവ. അതൊക്കെ നല്ലതല്ലേ? നേരത്തെ നമ്മൾ ജുസി ഹക്കീക്കും ഇളാഫി ഉള്ളതുമാതിരി നൗഅ് ഹക്കീക്കും ഇളാഫി ഉണ്ട്. ഇപ്പോൾ പറഞ്ഞ നൗഅ് ഹക്കീക്കിയെ പറ്റിയാണ്. ഇനി പറയാൻ പോകുന്ന നൗഅ് ഇളാഫിയെ പറ്റി. അതാണ് ഒക്കെ ചോദിക്കാലും. ചിലപ്പോൾ നൗഅനെ അതിനെ നായിഫായിൽ ദമീറാട്ടോ അതിനെ ഇതിനെ നൗഅനെ മറക്കണ്ട കൊതിയുക്കാലു അൻ നൗഉ. ചിലപ്പോൾ നൗഅ് പറയപ്പെടാറുണ്ട്. അൽ മാഹിയത്തി ഒരു മാഹിയത്ത്. ഞാൻ പറഞ്ഞ ഹക്കീക്കത്ത് അങ്ങനെ പറയുള്ളൂ. മാഹിയത്ത് ഒരു മാഹിയത്തിൻ്റെ മേൽ. എന്ത് മാഹിയത്ത്? അൽ മഖൂലി അലൈഹ വഅലാ ഗൈരിഹ. ആ മാഹിയത്തിന് മറ്റൊന്നിൻ്റെ മേൽ മറ്റൊരു മാഹിയത്തിൻ്റെ മേൽ പറയാൻ പറ്റും ജിൻസ്. ഒരു മാഹിയത്ത് അതിൻ്റെയും പിന്നെ മറ്റൊരു മാഹിയത്തിൻ്റെ മേൽ ജിൻസ് പറയാൻ പറ്റി. എവിടെ? മാഹുജ. അതിന് പറയും എന്ത്? നൗഅ്. ഈ നൗഅ് പ്രത്യേകമാകുമ്പോൾ ഇസ്മിൽ ഇളാഫി. ഈ നൗഇൻ്റെ പേര് ഇസ്ം ഇതാണ് നൗഅ് ഇളാഫി എന്നാണ്. കല്ലവ്വലി ബിൽ ഹഖീഖി. ഇത് അവ്വല് ആദ്യം പറയണമല്ലേ? അൽ കുല്ലിയിൽ മഖൂൽ അലാ കസീരീൻ മുത്തഫിഖീൻ.
അത് ബിൽ ഹക്കീക്കി നൗ എന്താണ് ഹക്കീക്കി ആയതുപോലെ ഇത് നൗ ഇളാഫി എന്ന് പറയും. അപ്പോൾ ബൈനഹുമ ഉമൂം ഖുസൂസ് മിൻ വജി അത് നിർത്താനല്ലേ അവിടെ വായിക്കപ്പെടാം മറ്റന്നാൾ വായിക്കാം. ഈ നൗ ഇളാഫിൻ്റെയും വിശദീകരണം ഇൻഷാ അല്ലാഹ് ശർഹിലുണ്ടാവും കേട്ടോ. പിന്നെ നൗ ഹക്കി അപ്പം എന്താ പറഞ്ഞപ്പോൾ ഒന്നിപ്പോൾ നൗ ഹക്കീക്കറ എന്താ അൽ കുല്ലിയിൽ മക്കൂലും അലാ കസീരിൻ മുത്തഫിഖീൻ ബിൽ ഹക്കായി മഹുവ എന്താ നൗ ഇളാഫി അൽ മാഹിയത്തു അൽ മക്കൂൽ അലേഹ വാല ഗരീർ ജിൻസു ഒരു മാഹിയത്ത് ഒരു ഹക്കീക്കത്ത് അതിൻ്റെയും മറ്റു മാഹിയത്തിൻ്റെ ജിൻസ് പറയാൻ പറ്റിയാൽ മതി. അതിനൊക്കെ എന്ത് നൗ എന്ന് പറയാറുണ്ട്. പക്ഷേ ആ നൗവിൻ്റെ പേര് നൗ ഇളാഫി എന്നാണ്. ഒന്നാം പറയുന്ന നൗവിൻ്റെ പേര് ഹക്കീക്കി എന്നാണ്. ബൈനഹുമ നൗ ഹക്കീക്കിൻ്റെയും നൗ ഇളാഫിനൊക്കെയുള്ള നിസ്ബ ഉമൂം ഖുസൂസ് മിൻ വജി എന്തുകൊണ്ട് നുജം അങ്ങനല്ലേ? ഇതാണ് ഒന്ന് സാധിക്കാവുമ്പം അത് സാധിക്കാവില്ല, തിരിച്ചും ചിലപ്പോൾ രണ്ടും സാധിക്കാവും അല്ലേ? ഇത് സാധിക്കും. എന്തുകൊണ്ട് രണ്ടും സാധിക്കാവും? ഇൻസാൻ എന്താപ്പം നൗ ഇളാഫിയാണ്, നൗ ഹക്കീക്കിയാണ്. എന്താണ് ഹക്കീക്കിയുടെ കാരണം? ഹക്കീക്കത്ത് ഒന്നായ കുറേ സാധനം പറയാൻ പറ്റും. ഏത് അമ്പറ് പോക്കറൊക്കെ ഇൻസാനാണ്, ശരി പറയാൻ പറ്റും. അത് നൗ എന്തുമാണ്? ഇളാഫിയുമാണ്. എന്താ കാരണം? ഇൻസാൻ്റെയും ഫറസിൻ്റെയും പേര് രണ്ട് മാഹിയത്താണ്. ഇവർ എന്ത് പറയാൻ ജിൻസ് എന്ത് പറയാൻ പറ്റുമല്ലോ? അൽ ഇൻസാനു ഫറസ് മാഹുമ ഹൈവാൻ. അപ്പോൾ ആ ഇൻസാൻ്റെയും മറ്റ് മാഹിയത്തിനിടയ്ക്ക് ജിൻസിനെ പറയാൻ പറ്റും. അപ്പോൾ ഇൻസാൻ എന്താണ്? നൗ ഹക്കീക്കിയുമാണ്, ഇളാഫിയുമാണ്. അതേസമയം തഫാറുഖിയുമാണ്, രണ്ടും വിട്ടുപിരിയുന്നു. പിന്നെ ഹൈവാൻ നൗ ഇളാഫി മാത്രമാണ്. നൗ എന്തല്ല ഹക്കീക്കില്ല. എന്താ കാരണം? ഹൈവാൻ എന്ന് പറഞ്ഞാൽ എന്താ പറയും? ഇത് വിഭിന്നമായി പറയാൻ പറ്റിയാണ്, ഒന്നേ പറയാൻ പറ്റിയല്ല. അപ്പോൾ ഹൈവാൻ എന്തല്ല നൗ ഹക്കീക്കിയല്ല. അതേ സമയത്ത് എന്താ ഇളാഫി? എന്താ കാരണം? അതിൻ്റെയും മറ്റൊന്നിൻ്റെ മേലെ ഇസ്മുനാമി പറയാൻ പറ്റും. അൽ ഹൈവാനു അൽ ഫറസു ഷജറു മാഹുമ ഇത്തരം പറയാം ജിസ്മുന്നാമീൻ. അപ്പോൾ ഇത്ര പഠിക്കാം. അപ്പോൾ രണ്ടും വിട്ട് വരും. അപ്പം ഹൈവാൻ നൗ ഇളാഫി മാത്രമാണ്, എന്തല്ല ഹക്കീക്കിയല്ല. നുക്ത നല്ല നുക്ത പറയാൻ ഓർമ്മയുള്ളൂ, നല്ല പറയുന്നതിനെ വിഷയം. നുക്ത ആർക്കൊന്നും പറഞ്ഞിട്ടില്ല. തങ്ങൾക്ക് ചോദ്യം ചോദിച്ചാൽ നുക്തയെ പറ്റി ഞാൻ ബയാൻ ചെയ്തതാണ്. നുക്ത അത് പറയാൻ പറ്റും. എന്തിനാ പറയാൻ പറ്റുക? നുക്ത നൗ ഹക്കീക്കി മാത്രം, എന്തല്ല നൗ ഇളാഫി അല്ല. വിശദീകരണം പിന്നെ പറയും. എന്താ നുക്തറയമാരെ ഒറ്റ വാക്കിൽ പുള്ളി വേണമെങ്കിൽ പറയാൻ പറ്റും. ഈ സാധനങ്ങൾ ഉണ്ടെന്ന് പറയും. എന്താണ് പറഞ്ഞപ്പോൾ ഞാൻ നുക്തറ ഒരു ഭാഗത്തും ഇനി ഓരിയാവില്ല. ജിസ്മ് ആ തങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ട് ജിസ്മ് സത്ഹ് ഹത്ത് നുക്ത മൂന്നാല് സാധനമാണ്. ജിസ്മ് എന്ന് പറഞ്ഞാൽ മൂന്ന് ഭാഗത്തും നീ ഒരിയാൻ പറ്റും. നീളത്തിലും വീതിയിലും ഒഴുക്കിലും ആയെന്ന് പറഞ്ഞാൽ കട്ടി ഇതിപ്പം ജിസ്മാണ്. ഇതിനെങ്ങനെ ഒരിയാക്കാം? ഇങ്ങനെ വെക്കാം. വീതിയിലും വെക്കാം. ഇങ്ങനെ വെച്ചൂടെ? ഓരോ പേജ് ആക്കാം. മനസ്സിലായോ? അപ്പോൾ ഇത് ജിസ്മാണ്. ഇതിനെ നമുക്ക് വരയ്ക്കാൻ ഇങ്ങനെ വരയ്ക്കാം. ഓരോ പേജ് നീളത്തിനും വരും, ഇതിനും പറ്റും, ഇതിനും വരും. മൂന്ന് ഭാഗത്ത് ഓരി വെക്കാൻ കഴിഞ്ഞാൽ പേരാകുന്ന ജിസ്മ. പത്ര പഠിക്കാം. ശരി. ഇത് സ്വത്തുഹാണ് സാധനം. സ്വത്തുഹൻ ഇപ്പം ജിസ്മാണ്. എന്താ കാരണം? ഇതിനെ മുക്കിൽ വരയ്ക്കല. ഓരോ കൈ മുക്കിൽ വരയ്ക്കല. ഇന്ന് വരയ്ക്കല്ല, ഓരോ കൈയുണ്ട് മുക്കിൽ വരയ്ക്കും. നീളത്തിനും കഴിയും, ഇതിനും കഴിയും. ഈ പേജ് മാത്രം, ഈ പേജ് ഇതിപ്പോൾ സ്വത്തുഹൻ. ഇത് ജിസ്മല്ല. എന്താ കാരണം? ഇത് രണ്ടിരക്ക് വരയ്ക്കാൻ കഴിയുള്ളൂ. രണ്ടിരക്ക് നീളത്തിനും പറ്റും, വീതിയിലും പറ്റും. ഇങ്ങനെ കഴിയുമല്ലോ. അങ്ങനെ കഴിഞ്ഞാൽ അത് ജിസ്മനെയാണ്. ഇങ്ങനെയും കഴിഞ്ഞു എന്നാൽ അത് ജിസ്മാണ്, സത്ഹല്ല. അപ്പോൾ സത്ഹ പറഞ്ഞാൽ ഇതാ രണ്ട് നിലയ്ക്ക് വരികയും കഴിയും. നിങ്ങൾ തൂലും 60 കഴിയും. ശരി. ഇനി ഹത്ത് അതിനെ നെയ്യില്ല, മുക്കിൽ കഴിയില്ല. പിന്നെ നീളത്തിലും കഴിയില്ല. അതെന്താ പറഞ്ഞു? അപ്പോൾ ഈ പേജ് ഇതിങ്ങനെ അംശിച്ച് പോയി അവസാനത്തൊരു ബിന്ദു ഇനി ഇത് എന്ത് ചെയ്യാൻ കഴിയും? നീളത്തിൽ വരയ്ക്കാൻ കഴിയില്ല, നീളത്തിൽ വരയ്ക്കാൻ കഴിയില്ല. എന്നതിൻ്റെ പേര് ഹത്ത്. ആ വര ഹത്ത്. പിന്നെ എന്താക്കിയതിനെ മനസ്സിലേ? ഇതിൻ്റെ പറ്റി ഇത് സത്യമാണ്. കാരണം നമുക്കൊരു കഴിയും, നീളത്തിൽ ഇതിൽ കഴിയും. ഇനി ഇതിനെങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഓരിച്ച് അവസാനത്തൊരു ബിന്ദു
ഇതൊരു വര ഇങ്ങനെ വേറെ തക്സീമാക്കാൻ കഴിയില്ല. അതിൻ്റെ പേരാണ് ഹത്ത്. പിന്നെ ആ വര മാത്രമേ ഉള്ളൂ കേട്ടോ. ആ വര എന്താക്കി ഹത്ത് മാത്രമേ ഉള്ളൂ. അതിലിങ്ങനെ വെച്ച് അപ്പോൾ ഹത്തിനെ ഉംക്കിലും കഴിയില്ല, നീളത്തിനും കഴിയില്ല, വീതി കഴിയും. പിന്നെ വീതിയിലിങ്ങനെ ഒലിച്ച് ഇങ്ങനെ അവസാന ബിന്ദു. ഇങ്ങനെ ഉംക്കിലും കഴിയൂല, നീളത്തിലും കഴിയൂല, വീതിയിലും ലാസ്റ്റ് ഇങ്ങനെ ഒരു കഴിയല്ല. അതിൻ്റെ പേരാ നുക്താണ്. ഇത്ര മനസ്സിലാക്കട്ടോ. അതിപ്പോൾ ഇപ്പം സ്വന്തം ആൾക്കാർ പറഞ്ഞത് ഞാനാണ്, കാരണം മുമ്പേ പഠിക്കേണ്ടതാണൊക്കെ. അപ്പം നുക്ത. പിന്നെ നുക്ത എന്താണ്? ഇത് ഹക്കീക്കി മാത്രം. ഇത്ര നുക്ത എന്ന് പറയാം. പക്ഷേ അതിനും മറ്റതിനും മേലിൽ ജിൻസ് പറയാൻ പറ്റില്ല. അപ്പം എന്തല്ല നൗ ഇവാഫിയല്ല ഹക്കീക്കി മാത്രമാണ്. ഇൻഷാ അല്ലാഹ് വിശദീകരണം നമുക്ക് ഷറഹിൽ നിന്ന് പഠിക്കാം.